ശബരിമലയിൽ തിക്കിലും തിരക്കിലും പെട്ട് 31 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ 12 പേരെ പമ്പ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ടത് മാളികപ്പുറം ക്ഷേത്ര പരിസരത്ത് വരി നിന്നവർ. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വണ്ടിച്ചെക്ക് കേസിൽ കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ചെക്ക് മടങ്ങുന്നത് ജാമ്യം കിട്ടാത്ത കുറ്റമാക്കും. കേസ് രജിസ്റ്റർ ചെയ്ത് 30 ദിവസത്തിനകം പരിഹാരമുണ്ടായില്ലെങ്കിൽ അറസ്റ്റ്. നോട്ട് അസാധുവാക്കൽ തീരുമാനം വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെയെന്ന് വ്യക്തമാക്കുന്ന RBI രേഖകൾ പുറത്ത്. സിനിമാ മേഖലയിലെ തർക്കം തുടരുന്നു. ക്രിസ്തുമസിന് പുതിയ മലയാള സിനിമകളൊന്നും പ്രദർശനത്തിനെത്തിയില്ല. റിലീസ് വൈകിയതിനാൽ കോടികളുടെ നഷ്ടമെന്ന് നിർമ്മാതാക്കൾ. തിയേറ്റർ വിഹിതത്തിന്റെ 70% കിട്ടിയാലേ നഷ്ടം തീരുവെന്ന് വിതരണക്കാരും. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. ശബരിമലയിൽ തിക്കിലും തിരക്കിലും 31 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 12 പേരെ പമ്പ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം വരി നിന്നവർക്കാണ് പരിക്കേറ്റത്. മനേഷ് മൂർത്തി ചേരുന്നു സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി. മനേഷ്, എങ്ങനെയാണ് തിക്കും തിരക്കുമുണ്ടായത്? ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമായോ? രാജീവ്, ഇപ്പോൾ നമ്മളുള്ളത് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്താണ്. അപകടം നടന്ന സ്ഥലമാണ് ഇത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം തന്നെ ദ്രുതകർമ്മ സേനയും എല്ലാം പോലീസുകാർക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നേരത്തെ തങ്കങ്കി ഘോഷയാത്ര പടി കയറി ദീപാരാധന കഴിഞ്ഞതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഇവിടെ അനുഭവപ്പെട്ടത്. മാളികപ്പുറം ക്ഷേത്രം വഴിയായിരുന്നു വടക്കേ നടയിലേക്കുള്ള പ്രവേശനം തീർത്ഥാടകർക്ക് നൽകിയിരുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ രീതിയിൽ തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് തീർത്ഥാടകരെ തടഞ്ഞിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ മാളികപ്പുറത്ത് ഇത്രയധികം തിരക്ക് ഉണ്ടാവാൻ കാരണം. നേരത്തെ തന്നെ NDRFന്റെയും അതുപോലെ RAFന്റെയും കമ്പനി ഇവിടെ ഡിപ്ലോയ് ചെയ്തിരുന്നു. എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. ആളുകൾ തീർത്ഥാടകർ തിക്കി തിരക്കി പലരും വീഴുകയും മറ്റ് തീർത്ഥാടകർ അവരെ ചവിട്ടുന്നതടക്കമുള്ള ഒരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇതാണ് ഇത്രയധികം പേർക്ക് പരിക്കേൽക്കാനുണ്ടായ ഒരു സാഹചര്യം. ശ്വാസതടസ്സമടക്കമുള്ള ചെറിയ ചില പ്രശ്നങ്ങളാണ് ഉള്ളത്. ചവിട്ടേറ്റാണ് പലർക്കും സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തീർത്ഥാടകരെ നിയന്ത്രിച്ച് പടികയറ്റണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയതായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അപകടമുണ്ടായ മാളികപ്പുറം ക്ഷേത്രത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പരിക്കേറ്റവർക്കുള്ള ചികിത്സ ദേവസ്വം ബോർഡും സർക്കാരും വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഒരു നിയന്ത്രിച്ച് ഭക്തരെ സന്നിധാനത്തേക്കും 18ാം പടിയിലൂടെ അമ്പലത്തിലേക്കും കടത്തിവിടാനായിട്ട് നമുക്ക് സാധിക്കണം. മാളികപ്പുറത്തിലും കുറച്ചു കൂടുതൽ ശ്രദ്ധ വേണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഭയപ്പെടാനോ വിഷമിക്കാനോ ഇല്ല എന്നാണ് പൊതുവായിട്ടുള്ള സ്ഥിതി കാണുന്നത്. ചികിത്സ ദേവസ്വം ബോർഡ് കൊടുക്കുകയാണ്. എല്ലാം സൗജന്യമായിരിക്കും. അക്കാര്യത്തിലൊന്നും വിഷമമില്ല. ദേവസ്വം ബോർഡും ഗവൺമെന്റും ഒക്കെ ചെയ്യും. അക്കാര്യത്തിലൊന്നും ഒട്ടും വിഷമിക്കേണ്ടതായിരിക്കും. ഇനി സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക്. ഒരു മലയാള സിനിമ പോലും റിലീസിനില്ലാത്ത ക്രിസ്തുമസാണ് ഇത്തവണത്തേത്. സിനിമാ സംഘടനകൾ തമ്മിലുള്ള തർക്കങ്ങളെ തുടർന്ന് സൂപ്പർ താരത്തിൻ്റെതടക്കം 4 മലയാള ചിത്രങ്ങളാണ് പെട്ടിയിലായത്. സിനിമാ സമരത്തെ തുടർന്ന് 3 ദിവസത്തിനിടെ 5 കോടി നഷ്ടമുണ്ടായെന്ന് വിതരണക്കാർ പറയുന്നു. സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ പുതുവത്സരത്തിനും പുതിയ മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തില്ല. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സജി നന്ദിയാട്ട്, ഫിലിം ചേംബറിന്റെ വൈസ് പ്രസിഡന്റ്, ഡോക്ടർ ഫസൽ ഗഫൂർ, ഫിലിം ചേംബറിന്റെ മുൻ പ്രസിഡന്റും തിയേറ്റർ ഉടമയും, അഡ്വക്കേറ്റ് ഷാജു അക്കര, ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി എന്നിവർ ചേരുന്നു. KSFDCയുടെ മുൻ ചെയർമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒപ്പം ഇപ്പോഴത്തെ ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ഷാജു അക്കര, തിയേറ്ററുകൾ വലിയ നഷ്ടത്തിലാണ് എന്ന് കണക്ക് നിരത്തിയാണ് വിഹിതത്തിൽ വർധന വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അത് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അയച്ച കത്തിൻ്റെ പകർപ്പ് ഇവിടെ ഉണ്ട്. അതിൽ ഓരോ തിയേറ്ററിൻ്റെയും മതിപ്പ് വില നിങ്ങൾ പറയുന്നു, അതിൻ്റെ വാടകയും പറയുന്നു. അത് താരതമ്യം ചെയ്താണ് തിയേറ്ററുകൾ വലിയ നഷ്ടത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പ്രവർത്തന ലാഭത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രവർത്തന ചെലവിൻ്റെയും വരവിൻ്റെയും കണക്കുകളോ ഹാജരാക്കാതെ എങ്ങനെയാണ് തിയേറ്ററുകൾ നഷ്ടത്തിലാണ് എന്ന് പറയാൻ സാധിക്കുക? പ്രവർത്തന ചെലവുകൾ ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കണക്കിൻ്റെ നല്ലൊരു കാര്യം ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിന് വ്യക്തമായ ഡെയിലി കളക്ഷൻ റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഡിസ്ട്രിബ്യൂട്ടർക്ക് ചെല്ലുന്നുണ്ട്. ഒരു തിയേറ്ററിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ എല്ലാ
ഒരു 80% കേരളത്തിലെ തിയേറ്ററുകൾ റെനോവേഷൻ കഴിഞ്ഞു നിൽക്കുകയാണ്. 2-3 കോടി രൂപ KFCയിൽ നിന്നും മറ്റു ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് ഈ റെനോവേഷൻ നടത്തിയിട്ടുള്ളത്. മന്ത്രി ഗണേഷ് കുമാർ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നത്. തിയേറ്ററുകൾ റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരും, അത് തിയേറ്ററുകൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നീട് ക്ലാസിഫിക്കേഷൻ വന്നു, പ്ലാറ്റിനം ക്ലാസുകൾ, ഗോൾഡ് ക്ലാസുകൾ. ഇവർക്കൊന്നും തന്നെ ആളുകൾക്ക് നൽകി വരുന്ന ഒരു ടേംസോ കാര്യങ്ങളോ ഡിസ്ട്രിബ്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. വർഷങ്ങളായി ഞങ്ങളുടെ ഈ ആവശ്യം പലവട്ടം ചേംബറിനെയും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെയും പ്രൊഡ്യൂസർ അസോസിയേഷനെയും അറിയിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നവംബർ 1 തീയതി ഡിസംബർ 16 മുതൽ ഇനി ഞങ്ങൾക്കിത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 45 ദിവസം മുൻപ് തന്നെ ഏറ്റവും അവസാനമായി ഞങ്ങൾ ഇതിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നിട്ട് ചേംബർ അതിൽ ഇടപെട്ടത് ഡിസംബർ 6-നാണ്. 40 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ഈ കാര്യത്തിൽ നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളോട് വിതരണക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്താണ്? നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കുന്നതിന് അവർ പറയുന്ന തടസ്സം പ്രധാനപ്പെട്ടത് അവർക്ക് ലഭിക്കേണ്ട വരുമാനത്തിലെ വലിയൊരു വിഹിതം നിങ്ങൾക്കായി വിഭജിച്ചു പോകും, അത് അവർക്ക് നഷ്ടമുണ്ടാക്കും എന്നതാണല്ലോ. നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചർച്ചകൾക്കൊന്നും വിതരണക്കാരുടെ സംഘടനയോ അല്ലെങ്കിൽ ഫിലിം ചേംബറോ സന്നദ്ധമായില്ലേ? അല്ല, അവരെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു നഷ്ടം വരുന്നില്ല. ആദ്യകാലങ്ങളിൽ ഒരു ചിത്രം ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് ആയിരുന്നു. ഇപ്പോൾ ഒരു ചിത്രം തന്നെ ഒരു സ്റ്റേഷനിൽ 3-4 സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്യുന്നത്. ഒരു തിയേറ്ററിൽ ഒരു ചിത്രം ആദ്യവാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആ ഒരു ടേംസിലെ വ്യത്യാസം കൊണ്ട് ആ തിയേറ്ററുകാരന് എന്തെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം നിലവിലില്ല. ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച തന്നെ 4-5 തിയേറ്ററുകളിൽ അറ്റ് എ ടൈമാണ് റിലീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 60% പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ തിയേറ്ററുകാരന് ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 1800ഓളം തിയേറ്ററുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 450-500 തിയേറ്ററുകളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു. ഇത് കോർപ്പറേറ്റുകൾക്ക് തീർു കൊടുക്കുവാൻ വേണ്ടി ആരെല്ലാമോ ഇതിന്റെ പിന്നിൽ നടത്തുന്ന ഒരു ശ്രമം മാത്രമാണിത്. അത് പറയുമ്പോൾ നിങ്ങൾ തന്നെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് റിലയൻസ് ആരംഭിച്ച തിയേറ്ററുകൾ അത് നഷ്ടം കാരണം കൈമാറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ തന്നെ കാർണിവൽ ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്ററുകളൊക്കെ നഷ്ടത്തിലാണ് എന്ന കണക്ക് നിങ്ങൾ പറയുന്നുണ്ട്. അത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നമെന്ന് നിങ്ങളുടെ കണക്കുകൾ അനുസരിച്ച് തന്നെ എങ്ങനെയാണ് സമർത്ഥിക്കാനാവുക? അതായത് ഇപ്പോൾ PVR, ഐനോക്സ്, വേൾഡ് പ്ലേയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. പിരമിഡ്, സൈമറയും റിലയൻസും വലിയ പ്ലേയേഴ്സാണ് ഇപ്പോൾ ഈ തിയേറ്റർ വ്യവസായവുമായി കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ പോലും ഏറ്റവും നല്ല തിയേറ്ററുകളിൽ ചാർജ് ചെയ്യുന്നത് 120 രൂപയാണ് ഒരു ടിക്കറ്റിന്. പക്ഷേ കേരളത്തിൽ മൾട്ടിപ്ലക്സുകൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നത് വളരെ ഭീമമായ റേറ്റുകളാണ്. ഇതാണ് അവർക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മൾട്ടിപ്ലക്സുകൾക്ക് വിഹിതം 50:50 ആക്കാൻ വിതരണക്കാരും പ്രൊഡ്യൂസർമാർക്കും ആർക്കും പ്രയാസമില്ല. പക്ഷേ തിയേറ്ററുകളുടെ കാര്യത്തിൽ അത് അനുവദിച്ചു കൊടുക്കാൻ അവർ സന്നദ്ധരാകുന്നില്ല. ഈ വിവേചനം വലിയൊരു പ്രശ്നമല്ലേ? അല്ല, അത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. എന്താ പറ്റിയിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ എറണാകുളം മാറ്റ സ്ഥലം നമുക്ക് എടുക്കാം. എറണാകുളത്ത് പണ്ട് ഷാണായി വലിയ കൂറ്റൻ തിയേറ്ററുകൾ, കവിത വലിയ കൂറ്റൻ തിയേറ്റർ 1500 കപ്പാസിറ്റി ഉള്ള ഇത് നടത്തിക്കൊണ്ടുപോകാൻ വലിയ ചിലവ് ആ തിയേറ്ററുകൾക്ക് വരുന്നു. ചില കറണ്ട് ചാർജ് തന്നെ 2-2 ലക്ഷം രൂപ ഒരു മാസം വരുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ ഈ മാളുകൾ വന്നു. ഈ മാളുകളുടെ മുകളിലാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഈ തിയേറ്ററിൽ. അപ്പം മാളിൻ്റെ മൊത്തം ലാഭമുണ്ട്. ആ ലാഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടാടുന്നത്. അപ്പോൾ ഈ തിയേറ്ററുകളിൽ ഞാൻ വേറൊരു ഉദാഹരണം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ എറണാകുളത്തെ ഷെണായി തിയേറ്റർ നിൽക്കുന്ന ഒരു ഏക്കർ സ്ഥലത്താണെന്ന് വിചാരിച്ചോ. ആ ഒരു ഏക്കർ സ്ഥലത്തിൽ അവർ 25,000 സ്ക്വയർ ഫുട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതേസമയം ഒരു മാൾ കെട്ടുമ്പോൾ 2 ലക്ഷം സ്ക്വയർ ഫുട്ട് കിട്ടാം. 2 കമേഴ്ഷ്യലാണല്ലോ. അപ്പോൾ ഈ വലിയ തിയേറ്ററുകാരുടെ രോദനം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഭൂമിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനായിട്ടുള്ള ഒരു റിട്ടേൺ വരുന്നില്ല. ഒന്ന്. രണ്ടാമത് മാളുകൾ വന്നപ്പോൾ പണ്ടെന്താ നടന്നിരുന്നതെന്ന് വെച്ചാൽ ഉദാഹരണം ഞാൻ പറയാം. ഒരു പടം ഉദാഹരണം രാജമാണിക്യം ഒറ്റ തിയേറ്റർ കവിതയിൽ മാത്രം ആണ് കളിച്ചത്. അവിടെ മാത്രം അക്കാലത്ത് 50 ലക്ഷം രൂപയാണ് വരുന്നത്. ഇന്നിപ്പോൾ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് 30 തിയേറ്ററുണ്ട്. അതായത് ആ വഹാബിൻ്റെ ഗ്രാൻഡ് സെൻട്രൽ മാളിൽ തന്നെ 10-11 തിയേറ്ററുണ്ട്. അപ്പം 30-31 തിയേറ്റർ ഇതിലൂടെ 5-6 തിയേറ്ററിൽ ഈ പടം കളിക്കുന്നുണ്ട്.
അപ്പോൾ ഈ 5-6 തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ 250 സീറ്റ് അല്ലെങ്കിൽ 300 സീറ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ പോയിരിക്കണം. അത് മാത്രമല്ല പിന്നെ വൈഡ് റിലീസ്. ഇപ്പോൾ ഞാൻ ചേംബർ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ വൈഡ് റിലീസ് വരുന്നത്. അപ്പോൾ ചുറ്റും ആലുവ അല്ലെങ്കിൽ പറവൂര്, പെരുമ്പാവൂർ ഇവിടെയൊക്കെ പടം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സെൻട്രൽ എൻ്റെ അഭിപ്രായം പറയുന്നത് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല അതിനെ പറയേണ്ടത്, എല്ലാവർക്കും വൈഡായിട്ട് കുറക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല. പക്ഷേ ഈ വൻ തിയേറ്ററുകൾ, സിംഗിൾ തിയേറ്റർ എന്ന് പറയും, ഈ സിംഗിൾ തിയേറ്ററുകൾ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കാരണം അവരുടെ കോസ്റ്റ് ഭയങ്കരമായതുകൊണ്ട് ചേംബർ അതിലിടപെട്ടുകൊണ്ട് ചില പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടറിനും ഇതുകൊണ്ട് കേസ് ബൈ കേസ് ആയിട്ടാണ് ഇത് പഠിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ എന്താ നടക്കാൻ പോകണമെന്ന് പറഞ്ഞുതരാം. ഇവിടെ വൈഡ് റിലീസിൽ തന്നെ കുറേ പൊട്ട തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്, കൊണ്ടോട്ടിയിലും നമ്മുടെ എന്താ പറയുക പോട്ടക്കലും ഒക്കെ ഉള്ള. ഈ തിയേറ്ററുകൾക്കും ഇതേ ഫെസിലിറ്റി തന്നെ കൊടുക്കണം. 60% അവരൊന്നും, ഞാൻ പറഞ്ഞ അവർ പലതും ഇപ്പോഴും അപ്ഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓവർ ദ ബോർഡ് 60% കുറക്കണം എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ട്. പക്ഷേ നല്ല തിയേറ്ററുകൾ, വലിയ ക്വാളിറ്റി തിയേറ്ററുകൾ, ഈ തിയേറ്ററുകളിലൊക്കെ വലിയ നമ്മളിപ്പോൾ അങ്ങോട്ട് എടുത്തു കളയേണ്ട ആവശ്യമില്ല. അത് ഈ ബിഗ് തിയേറ്ററിൻ്റെ കൺസെപ്റ്റ് എടുത്തു കളഞ്ഞു, അത് ശരിയല്ല. ബിഗ് തിയേറ്ററുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഹോളിവുഡിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് അപ്സര ഫോർ എക്സാമ്പിൾ. അപ്പോൾ ആ തിയേറ്ററിൻ്റെ ഓണറെ സംബന്ധിച്ചാണ് അയാൾ നോക്കുന്നത് വീട്ടിലെ. അതായത് ഇതിങ്ങനെ എല്ലായിടത്തും എടുത്ത് കൊടുക്കുന്നു. ഇപ്പോൾ പുലിമുരുകനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പുലിമുരുകൻ എത്ര തിയേറ്ററിലാണ് കൊടുത്തത്, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ കാബാലി എത്ര തിയേറ്ററിലാണ് കൊടുത്തത്. അപ്പോൾ സെൻട്രൽ നിൽക്കുക. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററും കൂടെ അവരെ പരാതി എന്താണെന്ന് വെച്ചാൽ, ഈ 60% നമ്മൾ ഫിക്സ് ചെയ്യണ കാലത്ത് സാറ്റലൈറ്റ് റൈറ്റ്സ് ഇല്ല. ഇപ്പോൾ എന്താ നടന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പടം നമ്മളൊരു 6 കോടി രൂപ, ഒരു ആവറേജ് എടുക്കുക, ഒരു പടം 6 കോടി രൂപ എടുക്കുകയാണെങ്കിൽ അതിലൊരു 3 കോടി രൂപ സാറ്റലൈറ്റ് കിട്ടുന്നുണ്ട്. ഈ സാറ്റലൈറ്റ് എമൗണ്ടിൽ ഒരു പൈസ പോലും തിയേറ്റർ ഓണർക്ക് കിട്ടുന്നില്ല. മനസ്സിലായി? മുമ്പ് എല്ലാ വരുമാനങ്ങളും ഡിവൈഡ് ചെയ്യണം 60%. വേറെ ഒന്നുമില്ല, വീഡിയോ ഇല്ല, സാറ്റലൈറ്റ് ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇപ്പം അത് അങ്ങനെയല്ല. ഒരു വലിയൊരു എമൗണ്ട്, ഒരുപാട് പടങ്ങളുടെ കോസ്റ്റ് ഇപ്പോൾ സാറ്റലൈറ്റിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഇത് ചേംബറും വെച്ചല്ലേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ എക്സിബിറ്റേഴ്സ് അസോസിയേഷനും കൂടെ ഇരുന്നിട്ട് ഇതിന് കേസ് ബൈ കേസ് ആയിട്ട് ഇതിനെ പഠിച്ചുകൊണ്ട് ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണം. അല്ലാതെ ഞാൻ മടങ്ങിയെത്താം. സജി നന്ദ്യാട്ട്, തിയേറ്റർ ഉടമകൾക്ക് അവർ നടത്തുന്ന നിക്ഷേപത്തിന് ആനുപാതികമായ പ്രവർത്തന ലാഭം പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് അവരുടെ പരാതി. പുതിയ മൾട്ടിപ്ലക്സുകളുമായി മത്സരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റം വരുത്തേണ്ട ചുമതല തിയേറ്റർ ഉടമകൾക്ക് വരികയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് വരുമാനത്തിൽ വർധനയുണ്ടാകത്തക്ക വിധത്തിലുള്ളൊരു ക്രമീകരണം അവരാവശ്യപ്പെടുന്നത്. ആ ആവശ്യം ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട തിയേറ്ററുകളുടെ കാര്യത്തിലെങ്കിലും ഞങ്ങൾ പരിഗണിക്കാം എന്ന തരത്തിലേക്കൊരു ചർച്ചയ്ക്ക് പോലും എന്തുകൊണ്ടാണ് ഫിലിം ചേംബറും പ്രൊഡ്യൂസർമാരോ അല്ലെങ്കിൽ വിതരണക്കാരോ ഒക്കെ തയ്യാറാകാതിരിക്കുന്നത്? അതാദ്യമേ ഞാൻ നമ്മുടെ ഫസൽ ഗഫൂർ പറഞ്ഞിടത്തും തുടങ്ങാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാറ്റലൈറ്റ് റൈറ്റ് ഇപ്പം കിട്ടുന്നുണ്ടെന്നാണ്. അദ്ദേഹം ചേംബറിന്റെ പ്രസിഡന്റ് ആളാണ്, MESന്റെ പ്രസിഡന്റുമാണ്. അദ്ദേഹത്തോട് വളരെ വിനീതമായ ഒരു അപേക്ഷയുണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് റൈറ്റ് ഒരു പടങ്ങൾക്ക് കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷം, ഈ വർഷം ഇറങ്ങിയ 122 പടങ്ങളിൽ 80 ചിത്രങ്ങൾ, 30 ചിത്രങ്ങൾക്ക് മാത്രമാണ് സാറ്റലൈറ്റ് റൈറ്റ് കിട്ടിയത്. ബാക്കി ചിത്രങ്ങൾക്കൊന്നും സാറ്റലൈറ്റ് റൈറ്റ് കിട്ടിയിട്ടില്ല. 2, ഇവിടുത്തെ പ്രശ്നം ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഇടപെട്ട് ഇല്ല എന്ന് പറയുന്നു. ഇവിടുത്തെ കത്ത് തന്നു ഷാജു പറയുന്നു, കത്ത് തന്നിട്ടില്ല. കത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രം അവർ ഏകപക്ഷമായി അയച്ചതാണ്. ചേംബർ നവംബർ 30 ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുമ്പോൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട്, അന്ന് ഞാനായിരുന്നു ചേംബറിലെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത്, പ്രസിഡന്റ് ഇല്ലാഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ ഈ വിവരം അറിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഡിസംബർ 6 എമർജൻസി യോഗം വിളിക്കുകയാണ്. ഈ യോഗത്തിൽ ഈ ചേംബറിന്റെ എല്ലാ സംഘടനകളും വന്നിരുന്നു, 4 സംഘടനകളും വന്നിരുന്നു. വന്ന് സംസാരിച്ചപ്പോൾ ഭൂരിപക്ഷ തീരുമാനം സ്റ്റാറ്റസ് കോ തുടരട്ടെ, മാർച്ച് 31-നകം ഗവൺമെന്റിനെ സമീപിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് ചേംബർ പറഞ്ഞിരുന്നു. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് ചേംബർ പറഞ്ഞ സാഹചര്യത്തിൽ ഇവരുടെ തന്നെ ഈ എക്സിബിറ്റേഴ്സിന്റെ തന്നെ 2 അസോസിയേഷനാണ്. സർക്കാരിന് ഏത് വിധത്തിലാണ് ഈ വരുമാനം പങ്കിടുന്ന വിഷയത്തിൽ സർക്കാരിന് ഏത് വിഷയത്തിലാണ് ഇടപെടാൻ സാധിക്കുക? വരുമാനം പങ്കിടുന്ന തിയേറ്ററുകാർ നഷ്ടത്തിലാണെന്ന് ആരോടായി പറയുക? ആടിയ നാവും ആടിയ കാലും അടങ്ങിയിരിക്കില്ലെന്ന് പറയാം. ഏത് സമയം നഷ്ടത്തിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നഷ്ടത്തിനുമല്ല. ഇപ്പോ നമ്മുടെ ഷാജു അക്കരെ പറഞ്ഞു തമിഴ്നാട്ടിലെ കാര്യം. ഷാജു അക്കരയോട് ഒരു കാര്യമുണ്ട്, 65% ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ ഷെയർ തമിഴ്നാട്ടില്. ഇവിടുത്തെ പോലെ 60 അല്ല. അതുപോലെ തന്നെ മാളിന്റെ കാര്യം, ഞാൻ ഇതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്ത് പോയ കാര്യമാണ്. ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളായിട്ട് ഇനി ഒരു ചർച്ചയ്ക്ക് ഉപാധികളില്ലാതെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ പോകത്തില്ല ആരുടെ അടുത്തും. കാരണം മിനിസ്റ്റർ ഗവൺമെന്റിനെ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ അങ്ങനെ പോയി. ഫെഡറേഷനാണ് ഗവൺമെന്റിനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത്, ഞങ്ങളാരുമല്ല. ഫെഡറേഷനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഗൺ പോയിന്റ് നിന്നുകൊണ്ട് ഫെഡറേഷൻ പ്രശ്നം ഉണ്ടാക്കി. ഫെഡറേഷൻ അത് അനുസരിച്ചിട്ടെങ്കിലോ അന്ന് ഞാൻ പറഞ്ഞതാണ്, വൈകാരികമായി നിങ്ങൾ തീരുമാനം എടുക്കരുത്, ഇത് ദിടൽയുദ്ധമാണ്. ഇവിടെ ഫിലിം ചേംബർ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിരുന്നു, അതൊക്കെ ശരി. പക്ഷേ ഒരൊറ്റ കാര്യം ശ്രീ സജി നന്ദിയായിട്ട് ഒരൊറ്റ കാര്യം, മാളുകൾക്ക് കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു വിഹിതം തിയേറ്ററുകൾക്കും അനുവദിക്കുന്നതിൽ എന്താണ് അവിടെയുള്ള തടസ്സം? ഫെസിലിറ്റീസ് ഉള്ളവർക്കുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് ആർക്കും മാളെന്താ ഞാൻ ചോദിക്കട്ടെ, മാളെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണ്. അവിടെ എല്ലായിടത്തും ഇന്ത്യയിൽ മുഴുവൻ 50%, ഹിന്ദിയിലതെ, തമിഴ്നാട്ടിലതെ. പക്ഷെ നിങ്ങൾക്ക് വേറെ കാര്യം അറിയാം, എല്ലാവരും പറയാം ആ മാളിൽ 50%, അല്ല കേരളത്തിൽ 50%. അത് ഞങ്ങളാ വാങ്ങിയത്. ഇതൊക്കെ തെറ്റായ ധാരണകളാണ്. മാള് വേറെ, മാളിന്റെ കൺസെപ്റ്റ് വേറെ, സാധാ തിയേറ്ററിന്റെ കൺസെപ്റ്റ് വേറെ. എന്നിട്ട് തിയേറ്റർ മുതലാളിമാർ എവിടെയും തിയേറ്റർ വിട്ടുപോയിട്ടുണ്ട്. ശ്രീ സജി നന്ദിയായിട്ട് മാളുകളുടെ സങ്കല്പം വേറെ തന്നെയാണ്. 2003 ചെറിയ തിയേറ്റർ, ഒരു ഓലത്തര തിയേറ്റർ ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് എത്ര തിയേറ്റർ? 6 തിയേറ്ററാ. ശ്രീ സജി നന്ദിയായിട്ട് മാളുകളുടെ സങ്കല്പം വേറെ തന്നെയാണ്, അവിടെ നൽകപ്പെടുന്ന സൗകര്യങ്ങൾ വേറെ തന്നെയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ നമുക്ക് ചോദിക്കാൻ പറയുന്ന ആളില്ല, ഒരു സമരം വരുന്നു. അപ്പോൾ സർക്കാർ പറഞ്ഞ തീരുമാനത്തിൽ ഇവർ മാത്രമേ മാറി, ഇവരുടെ കൂടെ ഉള്ള അസോസിയേഷൻ ഉണ്ടല്ലോ. സജി ഒരൊറ്റ കാര്യം സജി, ഞങ്ങൾക്ക് സമ്മതമാണ്, ഞങ്ങൾക്ക് ലാഭമാണ്. ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇവരുടെ ഫെഡറേഷൻ അംഗമല്ലേ നമ്മുടെ വൈശാഖ് രാജൻ, ആർട്ടിക്കൽ തിയേറ്റർ. അവിടെ മന്ത്രിയായി നടന്ന ചർച്ചയിൽ വൈശാഖ് രാജൻ എന്താ പറഞ്ഞത്? എന്റെ തിയേറ്റർ ലാഭമാണ്. നമ്മുടെ ഈ അക്കരെ ഷാജു അക്കരയുടെ തിയേറ്റർ ചാലക്കുടിയിലല്ലേ, അതിന് ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞത് നടൻ ദിലീപിന്റെ അല്ലേ. ദിലീപിന്റെ അനുജൻ അനൂപ് എന്താ ആ ചർച്ചയിൽ പറഞ്ഞറിയാം, വസൽ ഗഫൂർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞത് എനിക്ക് തിയേറ്റർ ലാഭമാണെന്നാണ്. പിന്നെ സജി നന്ദിയാട്ട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോളട്ടെ, ശ്രീ സജി നന്ദിയാട്ട് ഇതെന്തായി പറയുന്നത്? ഒരൊറ്റ കാര്യം ചോദിച്ചോളട്ടെ, മാളുകളുടേത് പ്രത്യേക സങ്കല്പം തന്നെയാണ്, അത് അംഗീകരിക്കുന്നു. മാളുകൾക്ക് മറ്റ് സൗകര്യങ്ങൾ കൂടുതലുണ്ട് എന്നുള്ളതും അംഗീകരിക്കാം. പക്ഷെ അവിടെ ടിക്കറ്റ് നിരക്കിനും അതിന് ആനുപാതികമായ വർധന മാളുകൾ ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനത്തിലെ വിഹിത വർധന അവർക്ക് മാത്രമായി അനുവദിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതിന്റെ യുക്തി എന്താണ്? അതിന്റെ യുക്തി എന്താ? അവരുടെ സൗകര്യങ്ങൾ, അതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരു തിയേറ്റർ കേരളത്തിൽ കാണിച്ചു. സജി നന്ദിയാട്ട് ആ സൗകര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ടിക്കറ്റ് നിരക്ക് മാളുകൾ ഈടാക്കുന്നുണ്ട്. അത് കേരളത്തിലെ എല്ലാ മാളുകളും ഈടാക്കുന്നുണ്ട്. രീതിയിലുള്ള തിയേറ്റർ കേരളത്തിലുണ്ടോ? ഈ ഫെഡറേഷൻ ഒരു ചേംബർ പ്രസിഡന്റ് ആയിരുന്നു. ശ്രീ സജി നന്ദിയാട്ട് ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ ഫസൽ ഗഫൂർ, അതാണ് പ്രധാനപ്പെട്ട സംഗതി. മാളുകൾ ഏർപ്പെടുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ തിയേറ്ററുകൾക്കില്ല. ഷജി എന്നെക്കാട്ടും ചെറുതാന്ന് തോന്നുന്നു. നമുക്ക് ഷേണായിസ് വിസ്തറാമ എന്ന് പറഞ്ഞുള്ള തിയേറ്റർ തുടങ്ങിയ കാലഘട്ടത്തിലോട്ട് പോവാം. അത് എറണാകുളത്ത് കവിത തുടങ്ങിയ കാലഘട്ടത്തിലോട്ട് പോവാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭയങ്കര തിയേറ്ററാണ്. ഞാൻ ചോദിട്ടെ, ഷേണായിയുടെ ഫോയറിന് എത്ര വലുപ്പമുണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ മാളിലെ, കാലിക്കറ്റിലെ മാൾ, RP മാളിലെ തിയേറ്ററിൻ്റെ ഫോയർ 5 തിയേറ്ററിനുള്ള എത്ര പേരാ നിൽക്കുന്ന അവിടെ? അതേസമയം ഷേണായുടെ ഒരു ഫോയർ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ അന്നൊക്കെ പണ്ട് സ്പൈറൽ സ്റ്റെയർ കേസും ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര തോതിൽ തന്നെ തിയേറ്ററുകൾ ഉണ്ടാക്കിയിരുന്നു. അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല. അന്ന് വലിയ പണം കൊടുത്തിട്ട്, അത് മാത്രമല്ല അന്ന് 70mm വിസ്താരാമയൊക്കെയാണ് പ്രൊജക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അത്രയും ടെക്നോളജി അക്കാലത്തുണ്ടായിരുന്നു, ഇക്കാലത്തെ കാര്യമല്ല പറഞ്ഞു. അപ്പോൾ ഇതിവിടെ പ്രശ്നം കിടക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 തിയേറ്ററുകളുള്ള സജി ഇടയിൽ സംസാരിക്കില്ലേ? ഞാൻ സംസാരിച്ചതിന് ശേഷം സംസാരിച്ചോ, മനസ്സിലല്ലേ? 5 തിയേറ്ററുകൾ, മനസ്സിലല്ലേ? 5 തിയേറ്ററുകളുള്ള ഒരു മാൾ എന്താ നടക്കുന്നത്? അല്ല, 5 തിയേറ്ററുകൾ. ഞാൻ ചോദിക്കട്ടെ, ശ്രീ സജി നന്ദിയാട്ട് ദയവായി ഡോക്ടർ ഫസൽ ഗഫൂർ സംസാരിക്കുക, അതിനുശേഷം താങ്കൾക്ക് അവസരം തരാം. ദയവായി ക്ഷമിക്കുക. ശ്രീ സജി നന്ദിയാട്ട് ദയവായി ക്ഷമിക്കുക. അങ്ങോട്ടേക്ക് വരാം, താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് മറുപടി നൽകാനുള്ള അവസരം തരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ പറയും. അല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ വലിയ സിറ്റീസിലെ വലിയ തിയേറ്ററുകൾ, ഞാൻ ചെറിയ തിയേറ്ററുകളെ പറ്റി പറയുന്നില്ലല്ലോ. ചെറിയ തിയേറ്ററുകളെ പറ്റി ഞാൻ പറയുന്നേയില്ല. വലിയ സിറ്റീസിലുള്ള എല്ലാവർക്കും കൊടുക്കാനും ഞാൻ പറഞ്ഞില്ലല്ലോ. സജി അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ തിയേറ്ററുകൾ വിത്ത് എയർ കണ്ടീഷനിങ് ആൻഡ് ഈ പറഞ്ഞുള്ള സൗണ്ട് സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള വലിയ പാർക്കിംഗ് ഫെസിലിറ്റീസും ഒക്കെ ഉള്ള തിയേറ്ററുകളുണ്ട്, വലിയ തിയേറ്ററുകളുണ്ട്. കാരണം ആ തിയേറ്ററുകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തിയേറ്റർ ചിലപ്പോൾ ഒരു കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, അതിനൊരു സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ അങ്ങനത്തെ വലിയ തിയേറ്ററുകളിൽ വെച്ചാൽ ആ തിയേറ്ററുകൾ നമ്മൾ അതിനാളൊരു ഗവൺമെൻറ് ഇവിടെ ഉള്ളത്. ഗവൺമെൻറ് ഇവിടെ ഇപ്പം ഞാൻ പറയാം, വൈഡ് റിലീസിന് തന്നെ പ്രശ്നം എന്താ ഉണ്ടായത്? സജി പറയട്ടെ. വൈഡ് റിലീസ് എന്ന് പറഞ്ഞാൽ ഓല തിയേറ്ററിനും വൈഡ് റിലീസ് കൊടുത്തു, മനസ്സിലായി? ഒരു
ഒരു ഫെസിലിറ്റി ഇല്ലാത്തവന് നമ്മൾ വൈഡ് റിലീസ് നമ്മൾ കൊടുക്കേണ്ടി വന്നു. അല്ല, അത് പകരമായിട്ട് തിയേറ്ററിന്റെ ഫെസിലിറ്റി ഏത് ലെവലിലായാലും നോക്കിയിട്ട് അത് ഈക്വൽ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? അതായത് തിയേറ്റർ ഫെസിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. സിംഗിൾ തിയേറ്റർ ആയാലും വേണ്ടില്ല, മൾട്ടിപ്ലക്സ് ആയാലും വേണ്ടില്ല, മിനി തിയേറ്റർ ആയാലും വേണ്ടില്ല, ഫെസിലിറ്റി നോക്കിക്കൊണ്ട് ചാർജ്. അഡ്വക്കേറ്റ് ഷാജു, സജി ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്, ദയവായി ക്ഷമിക്കുക, താങ്കളിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ഷാജു, തിയേറ്റർ ഉടമകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതായത് ഫിലിം ചേംബർ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ ഞങ്ങളുടെ തിയേറ്റർ ലാഭകരമായാണ് നടക്കുന്നത്, ഇപ്പോൾ ലഭിക്കുന്ന വിഹിതം വെച്ച് തന്നെ എന്ന് പറയുന്ന ആളുകളുണ്ട് എന്ന് സജി നന്ദിയാട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം ഭിന്നാഭിപ്രായങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർത്ഥമായി ഉന്നയിക്കുന്നതിന് തടസ്സമാകും. ഫെഡറേഷൻ മെമ്പേഴ്സിന്റെ ഇടയിൽ യാതൊരുവിധ എതിരഭിപ്രായങ്ങളുമില്ല. അവർ ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമാണ്. എല്ലാ മേഖലാ മീറ്റിങ്ങുകളിലും ജനറൽ ബോഡിയിലും മെമ്പർമാരുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഇത് ഉന്നയിച്ചിട്ടുള്ളത്. അതല്ലാണ്ട് ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പടം റിലീസ് ചെയ്യാലോ, പിന്നെ എന്താ അവർക്ക് തടസ്സം? ഇവിടെ മാളുകൾ കളിക്കാൻ റെഡിയാണ്, ഞങ്ങളുടേതല്ലാത്ത മെമ്പർമാർ കളിക്കാൻ റെഡിയാണ്, പിന്നെ അവർക്ക് റിലീസ് ചെയ്യാൻ എന്താ തടസ്സം? ആരാണ് തടസ്സം നിൽക്കുന്നത്? ഞങ്ങളാരും ഇതിന് ഞങ്ങളുടെ മെമ്പർമാരുടെ നിലനിൽപ്പിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് എല്ലാ മെമ്പർമാരും ഇത്ര ഉറച്ചൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഞങ്ങളിൽ ഭിന്നിപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് റിലീസ് ചെയ്യാൻ വളരെ എളുപ്പമായില്ലേ? പിന്നെ എന്തിനാണ് അവർ ക്രിസ്മസ് കാലത്ത് റിലീസ് ചെയ്യാതിരിക്കുന്നത്? ഇതിനു മുൻപും മായാ ബസാറും കീർത്തി ചക്ര പോലെയുള്ള പടങ്ങൾ റിലീസ് ചെയ്തിട്ടില്ലേ ഞങ്ങൾ ഒഴിവാക്കിയിട്ട്? അപ്പൊ അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അതുമായി മുന്നോട്ട് പോകാൻ. ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതിൽ, അതായത് എങ്ങനെയാണ് ഈ തിയേറ്ററുകൾ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. ഓരോ തിയേറ്ററുകൾക്കും നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു പുലിമുരുകനോ ഒരു പ്രേമോ അല്ലെങ്കിൽ ഒരു 2 കൺട്രീസോ കണ്ടുകൊണ്ട് നമുക്കൊരു വ്യവസായത്തിനെ വിലയിരുത്താൻ കഴിയില്ല. അത് ഒരു വർഷത്തിൽ ഈ 12 മാസങ്ങളിലും ഒരു ആവറേജ് താരിഫ് വന്നാലേ ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 1850 നിന്ന് 500 എത്തിയത് എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത്രയും ലാഭകരമായ ഒരു ബിസിനസ് ആയിരുന്നുവെങ്കിൽ ഇവിടെ തിയേറ്ററുകൾ ഇതിലും കൂടുതൽ വരുമായിരുന്നു. പക്ഷെ ഇതെല്ലാം നമ്പർ വരികയല്ലാതെ ഒരു തിയേറ്റർ ഇവിടെ സജി നന്ദിയായിട്ട് സംസാരിച്ചപ്പോൾ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഇങ്ങനെ ഒരു ആവശ്യം സംബന്ധിച്ച് ഫിലിം ചേംബറിന് നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അക്കാര്യം ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കണമെന്ന് ഫിലിം ചേംബറിനോട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. വിതരണക്കാരുടെ സംഘടനയ്ക്കാണ് നിങ്ങൾ നോട്ടീസ് നൽകിയത്. ആ വിധത്തിൽ മൊത്തത്തിലുള്ള സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന ഫിലിം ചേംബറിൻ്റെ മുൻപിൽ ഈ വിഷയം കൊണ്ടുവരികയും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യാതെ വളരെ പെട്ടെന്ന് ഒരു സമരം പ്രഖ്യാപിക്കുന്നു. അതും ഒരു ആഘോഷ അവസരത്തിൽ തിയേറ്ററുകൾക്കും വിതരണക്കാർക്കും കൂടുതൽ വിഭവങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളൊരു സമരം പ്രഖ്യാപിക്കുന്നു. അത്തരത്തിൽ നിങ്ങൾ ഒരു ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലേക്ക് മാറിയത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായത് എന്ന് സൂചിപ്പിച്ചു. ഭീഷണിയൊന്നുമില്ല, അത് വളരെ പെട്ടെന്ന് എന്നുള്ളൊരു വാക്ക്. അതായത് 2015 തന്നെ ഇതിനായിട്ടുള്ള ചർച്ചകൾ ചേംബറിന്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുണ്ട്. അതിനു മുൻപും പലവട്ടം നടന്നിട്ടുണ്ട്. 2015 ഹോട്ടൽ ഗ്രാൻഡിൽ വെച്ച് കൂടിയ ചർച്ചയിൽ പറഞ്ഞു വൈഡ് റിലീസുകൾ അനുവദിച്ചു, ഇനി ഞങ്ങൾക്കിതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞു ഉടനടി നമുക്കിതിനൊരു പ്രതിവിധി കാണാം, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്നെല്ലാം പറഞ്ഞതാണ്. അതിനുശേഷം നവംബർ 1 ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കൂടി ചേംബറിനെയും ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെയും വിവരം അറിയിച്ചത്. ഞങ്ങൾക്ക് കൂടുതൽ ബിസിനസ് പരമായ കാര്യങ്ങൾ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനുമായിട്ടാണ് ഞങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെയും അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം ചേംബറിനെയും അറിയിച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന് ഈ വിധത്തിലൊരു പ്രശ്നമുണ്ട്, അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചാൽ സ്വാഭാവികമായും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ അത് ചേംബറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒരു പരിഹാരത്തിനുള്ള മാർഗം ഒരുക്കുകയോ ഒക്കെ വേണ്ടതല്ലേ? അങ്ങനെയല്ലേ ഒരു സംഘടനാ രീതി അനുസരിച്ച് പ്രവർത്തിക്കും? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചേംബർ എന്നുള്ള ഒരു ഒത്തുതീർപ്പ് കമ്മിറ്റി മാത്രമാണ്, കോർഡിനേഷൻ കമ്മിറ്റി. ചേംബറിന് അത് അങ്ങനത്തെ അധികാരങ്ങളൊന്നുമില്ല. ഞാൻ പ്രസിഡന്റ് ആയിരുന്നാലും എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ പൊതുവെ എന്താണെന്ന് വെച്ചാൽ ചേംബറിൽ ഈ 4 സംഘടനകൾ ചേംബറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും എക്സിബിറ്ററും എക്സിബിറ്റേഴ്സ് അസോസിയേഷനും ഒക്കെ കൂടെ തമ്മിൽ തലയെടുത്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിന് മുമ്പ് മാത്രമല്ല, നമുക്ക് തമിഴ് സിനിമയുടെ റിലീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂട്ടിയിട്ടു. തിയേറ്ററിൽ വൈഡ് റിലീസിൻ്റെ കാലത്ത് നമ്മൾ പൂട്ടിയിട്ടു. എന്നിട്ട് കുരുക്ഷേത്രം പടം കുടുങ്ങിപ്പോയി. അതേമാതിരി തന്നെ നേരത്തെ പറഞ്ഞ മായാ ബസാർ
കുടുങ്ങിപ്പോയി, അതിനുശേഷം നമുക്കറിയാം അമ്മയിട്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ പല ഒത്തുതീർപ്പിലോട്ടൊക്കെ പോകും. പക്ഷേ ഇവിടെയുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന പോയിന്റ്, ഇവർ പറഞ്ഞത് ഞാനങ്ങനെ അനുകൂലിച്ച് പറയാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയേറ്ററുകൾ പൂട്ടുന്നു എന്നുള്ള ടൗണിൽ പൂട്ടിയല്ലോ. ഞാൻ കാലിക്കറ്റ് ടൗണിൽ പറഞ്ഞുതരാം. സംഘം പൂട്ടി, പുഷ്പ പൂട്ടി, അപ്സര പൂട്ടി, അപ്സരല്ല നമ്മുടെ ഇത് പൂട്ടി, മറ്റേ എന്താ പറയുക ഡേവിസൺ പൂട്ടി. അപ്പോൾ കാലിക്കറ്റ് ടൗണിലുണ്ടായിരുന്ന 8 വലിയ ഗീത പൂട്ടി, 8-9 വലിയ തിയേറ്ററുകളിൽ 4 പൂട്ടി. അപ്പോൾ ഒരു ചോദ്യം പറഞ്ഞു, ഇത് എത്ര വലിയ ലാഭകരമായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ എന്തുകൊണ്ട് വലിയ പുതിയ തിയേറ്ററുകൾ വരുന്നില്ല? വലിയ തിയേറ്ററുകൾ വരുന്നില്ലല്ലോ. വലിയ തിയേറ്ററുകൾ ഇങ്ങനെ അധികം വരുന്നില്ല. ഉണ്ടായിട്ടുള്ള എന്താ വെച്ചാൽ മുമ്പുണ്ടായിരുന്ന തിയേറ്ററുകളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. ഇനി ഒരു കാര്യം കൂടെ പറയല്ലേ, ഒരു തിയേറ്റർ മോഡിഫൈ 250 സീറ്റിൻ്റെ ഒരു തിയേറ്റർ മോഡിഫൈ ചെയ്ത് മോഡേൺ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഴയ തിയേറ്റർ മോഡിഫൈ ചെയ്യണേ 2 കോടി രൂപ വരും. ഈ 2 കോടി രൂപ എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ കറക്റ്റായിട്ട് നമ്മുടെ സീറ്റ്, പ്രൊജക്ടർ, മറ്റേ AC കാര്യങ്ങൾ ഇത് 10 കൊല്ലം കൊണ്ട് ഡിപ്രിഷ്യേറ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഒരു കൊല്ലം ഒരു ലക്ഷം രൂപയെങ്കിലും ഒരു മാസം ഇവർക്ക് ലോസ് ഉണ്ട്. ഒക്കെ പലിശയുടെ കാര്യമൊക്കെ അവിടെ ബിസിനസ് അല്ലേ, ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ പറഞ്ഞ അത്ര വലിയ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് നമ്മളിതിനെ കാണത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് ലാഭകരമല്ല? ഞാൻ വേറെ ഫോർമുല പറയാം, അവിടെ സജീവ് ഉള്ളതുകൊണ്ട് പറയണം. ഇപ്പോൾ ഈ ഫോർമുലയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് വീക്കാണ് പ്രശ്നം. എന്താ പറയുക, ഫസ്റ്റ് വീക്കിൽ 65% നോൺ AC, 60% AC-കാരും കൊടുക്കുന്നു. അതിന് പുറമെ 4% പബ്ലിസിറ്റിയും കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം 68-69% കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അധികം പടങ്ങൾ ഫസ്റ്റ് വീക്കിൽ വീണു പോകണല്ലോ. അതേസമയം ലോങ് റണ്ണിൽ നിൽക്കുന്ന പടങ്ങൾ, ഈ ലോങ് റണ്ണിൽ നിൽക്കുന്ന പടങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ 50-ലാണ് ഓടുന്നത്. അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ അതിനെക്കാട്ടും കുറവിലാണ് ഓടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തല്ലുകൊടുത്തൊക്കെ ഒഴിവാക്കിയിട്ട് ആ 3rd വീക്കിൽ വേണച്ചാൽ ആ ഇതിൽ മാറ്റം വരുത്തുക. പടം വിജയിച്ചല്ലോ, അപ്പോൾ 3rd വീക്കിൽ 55 അങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ 50 കുറയണം, 50-ലോട്ട് പോകണല്ലോ. അവിടെയാണ് ഇതിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ടത്. അല്ല ഫസ്റ്റ് വീക്കിലല്ല. ഫസ്റ്റ് വീക്കിൽ എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വീക്കിൽ ആളില്ലെങ്കിൽ തിയേറ്ററുകാരൻ തെണ്ടി തന്നെ. കാരണം 70% വരും എല്ലാം കൂടെ, പബ്ലിസിറ്റിയും റെപ്രസെൻറ്റേറ്റീവ് ചാർജും എല്ലാം കൂടെ കൂടിയിട്ട് വരുമ്പോൾ തിയേറ്ററുകാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലോസാണ്. ആ പ്രൊഡ്യൂസർ പറയും, ഇപ്പോൾ സജി എന്നോട് പറയും പ്രൊഡ്യൂസർ കുത്തുവാളെടുത്തില്ല. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ പ്രൊഡ്യൂസർ ഒരു തവണയല്ലേ, 1 ടൈമാണ്. ഇത് തിയേറ്ററുകാരൻ കാലാകാലം ഇത് പേറിക്കൊണ്ടിരിക്കണമല്ലോ. ഇത് കാലാകാലം പേറിക്കൊണ്ടിരിക്കുക. അതിന് പുറമെ മാത്രമല്ല നേരത്തെ ഈ മൾട്ടിപ്ലക്സുകളുടെ ശല്യം. മൾട്ടിപ്ലക്സ് എല്ലായിടത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മൾട്ടിപ്ലക്സ് കെട്ടാനായിട്ട് യാതൊരു പ്രയാസമില്ല. നമുക്കൊരു 5000 സ്ക്വയർ ഫീറ്റ് മുകളിലുണ്ടെങ്കിൽ മീഡിയ വണ്ണിൻ്റെ മുകളിൽ നമുക്കൊരു തിയേറ്റർ കെട്ടാം. അത്ര സിമ്പിളായിട്ടുള്ളതാണ് കാര്യം കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇഷ്യൂ എന്താ വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്താ വെച്ചാൽ ഒരു കോംപ്രമൈസ് ഫോർമുല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം നിൽക്കുന്ന പ്രൊഡ്യൂസർമാരുള്ളടത്ത് അവർക്ക് അറിയാം അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 3rd വീക്കിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് വരുത്തിയിട്ട് പെർസെൻറ്റേജ് കുറച്ചുകൊണ്ട് കൊണ്ടുവരലാണ് ഇത് നല്ലത്. ഫസ്റ്റ് വീക്കിൽ 100% ഞാൻ തിയേറ്റർ ഓണേഴ്സിൻ്റെ കൂടെയാണ്. അഡ്വക്കേറ്റ് ഷാജു അക്കര, ഇത്തരത്തിൽ എന്തെങ്കിലും ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരിഹാരത്തിനുള്ള മാർഗങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? അക്കാര്യങ്ങൾ വിതരണക്കാരുടെ സംഘടനയോ അല്ലെങ്കിൽ ഫിലിം ചേംബറിന്റെ ഭാരവാഹികളെയോ ഒക്കെ എക്സിബിറ്റർ ഫെഡറേഷൻ എല്ലാ ചർച്ചകൾക്കും തയ്യാറാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഞങ്ങൾ ഏത് നിമിഷവും ചർച്ചകളിലൂടെ പ്രതിവിധി കാണാൻ തയ്യാറുമാണ്. ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനോ പ്രൊഡ്യൂസർ അസോസിയേഷനോ ചേംബറോ വിളിച്ചാലും ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് യാതൊരു പിടിവാശികളുമില്ല. സിനിമാ തിയേറ്ററുകൾ അടച്ചുപൂട്ടാതെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അവസാന ഒരു യത്നമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറോ ഞങ്ങൾ സ്ഥിരമായി കാണുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് നാളെയും കാണേണ്ട ആളുകളാണ്. ഒരു അഭിപ്രായ വ്യത്യാസം ഇതിൽ ഉണ്ടായിട്ടുള്ളൂ. ഷാജു, ഞാൻ ഷാജുലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ ഫസൽ ഗഫൂറിലേക്കും സജി നന്ദ്യാട്ടിലേക്കും മടങ്ങിയെത്താം. ഡോക്ടർ ഫസൽ ഗഫൂർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ സജി നന്ദ്യാട്ടിൻ്റെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട്. KSFDCയുടെ ചെയർമാൻ ലെനിൻ രാജേന്ദ്രനെ ശ്രമിക്കുന്നുമുണ്ട് ടെലിഫോൺ ലൈനിൽ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. KSFDC ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, തിയേറ്റർ ഉടമകൾ ഒരു ആവശ്യം ഉന്നയിച്ച് ഒരു പ്രതിസന്ധിയുടെ വക്കിലേക്ക് സിനിമാ മേഖലയെ എത്തിച്ചിരിക്കുന്നു. അവർ നേരിടുന്ന പ്രതിസന്ധികൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു പരിഹാര നിർദ്ദേശം KSFDCയുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒക്കെ മുൻകൈ എടുത്ത് ഉണ്ടാക്കേണ്ടതല്ലേ? ഗവൺമെന്റ് വളരെ സ്വീകാര്യമായൊരു ചർച്ചയായിരുന്നു അന്ന് നടത്തിയത് വടക്കാഞ്ചേരിയിൽ. പക്ഷെ അതിൽ പറഞ്ഞത് നിലവിലുള്ളത് അങ്ങനെ തുടരട്ടെ, നമുക്കുണ്ടാകുന്ന തർക്കങ്ങൾ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കും എന്നാണ്.
എന്തിനാണ് ഈ കമ്മീഷനെ ഭയക്കുന്നത്? എന്റെ ഞാൻ കുന്നം കേട്ടാനോ എന്ന് തോന്നുമെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നും കടന്നു വരാതെ വെറുതെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോ തന്നെ പറയുന്നത് ഈ 3 ദിവസങ്ങൾ കൊണ്ട് 5 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമായി എന്നാണ്. ഈ 5 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൽ 1.25 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ടുന്ന എന്റർടൈൻമെന്റ് ടാക്സ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവനക്കാർക്ക് അതിലെ പെൻഷൻ കിട്ടുന്നവർക്ക് കൊടുക്കേണ്ടുന്ന ക്ഷേമ ബോർഡിൽ നിന്നും ഉണ്ടാകുന്ന നഷ്ടം. ഇതൊക്കെ എവിടെയാണ് പരിഹരിക്കാൻ കഴിയുക? ഒരു സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവർ അതൊക്കെ ആലോചിക്കാൻ ബാധ്യസ്ഥരല്ലേ? ഇപ്പോ ഈ മലയാള സിനിമകൾ ഓടിയില്ലെങ്കിലും മറ്റ് അന്യഭാഷാ ചിത്രങ്ങളൊക്കെ ഉണ്ടാകണം, തിയേറ്ററുകൾ നിറയ്ക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം അങ്ങനെ അന്യഭാഷാ ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തെ ജനങ്ങൾ ചിലപ്പോൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് വരില്ല. ജനങ്ങൾ അവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാനായി പുറപ്പെട്ടാൽ അത് വളരെ മോശകരമായൊരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. ദേവിയെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ സമരത്തിൽ നിൽക്കുന്നവർ ഇക്കാര്യം കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീധരൻ്റെ ഒരൊറ്റ കാര്യം കൂടി, സിനിമാ മേഖല എന്തായാലും ചെറുതല്ലാത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. തിയേറ്ററുകൾ നഷ്ടത്തിലാണ് എന്ന വാദത്തിൽ അത്ര കഴമ്പില്ല എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. ഇക്കാര്യങ്ങളിലൊക്കെ മുൻകാലങ്ങളിലോ പല ആവശ്യങ്ങളും തിയേറ്റർ ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സേവന നികുതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സർവീസ് ചാർജ് കൂട്ടുന്ന കാര്യത്തിൽ ഇങ്ങനെ പല നിർദ്ദേശങ്ങളും പല ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യാം, പരിഹരിക്കാം എന്ന വാഗ്ദാനങ്ങൾ അക്കാലത്തും ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ഒരു കമ്മീഷനെ വെക്കാം, ആ കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്മേലൊരു തീരുമാനമെടുക്കാം. ഇതൊക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളായതുകൊണ്ടായിരിക്കില്ല ഒരുപക്ഷെ തിയേറ്റർ ഉടമകൾ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് അടിയന്തരമായൊരു തീരുമാനമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഇതിന്റെ സംഘടനാ നേതാക്കന്മാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അവർ സ്വയം ചില യോഗങ്ങൾ കൂടുക, ചില തീരുമാനങ്ങൾ എടുക്കുക, സമരം പ്രഖ്യാപിക്കുക, ഇതല്ലേ ചെയ്തത്. അപ്പോൾ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് വിഹിതത്തെക്കുറിച്ചിട്ടുള്ള തർക്കമാണല്ലോ നടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് പറയുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഹിതത്തിൽ നിന്നും 1% പോലും കുറയ്ക്കാൻ അവർ തയ്യാറല്ല എന്ന്. അതേപോലെ തിരിച്ച് ഒരു മറുവാദമാണ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ നടത്തുന്നത്. അപ്പൊ ഇതില് എവിടെയാണ് വസ്തുതയുള്ളത്? ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ശ്രീ ലെനിൻ, അവർ തിയേറ്റർ ഉടമകൾ പറയുന്ന കാര്യങ്ങളിൽ മൾട്ടിപ്ലക്സുകൾക്ക് 50:50 വരുമാനം വിഭജിക്കാമെങ്കിൽ എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട സൗകര്യങ്ങളുള്ള തിയേറ്ററുകളിലേക്ക് അങ്ങനെ ഒരു വിഭജനം ആയിക്കൂടാ എന്നാണ്. മൾട്ടിപ്ലക്സുകൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ കേരളത്തിലെ ഒരു മഹാഭൂരിപക്ഷം തിയേറ്ററുകൾക്കും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ്യം. അവരുടെ പിന്നെ ക്ലീനിങ് സംവിധാനം ആലോചിച്ചാലും അവരുടെ പ്രൊഡക്ഷൻ സംവിധാനം എടുത്തു നോക്കിയാലും ഈ മൾട്ടിപ്ലക്സുകൾ ചിലവാക്കുന്ന തുക, അപ്പോൾ തീർച്ചയായും മൾട്ടിപ്ലക്സുകാരുമായിട്ടും ചർച്ചയ്ക്ക് വരണ്ടേ? അവരുടെ ചെലവുമായി ഇതിനെ നമ്മൾ തട്ടിച്ചു നോക്കേണ്ടതില്ലേ? ഇതൊക്കെ ആലോചനയ്ക്ക് പിന്നെ വിഷയമാകുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സമയം അനുവദിക്കപ്പെടേണ്ടതല്ലേ? ശ്രീ ലെനിൻ, മൾട്ടിപ്ലക്സുകൾ ഈ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ തന്നെ അവിടെ കൂടുതൽ നിരക്ക് പ്രേക്ഷകരിൽ നിന്ന് തന്നെ അവർ ഈടാക്കുന്നുണ്ട്. ആ നിലയ്ക്ക് അവർക്ക് വലിയ ആനുകൂല്യം ലഭിക്കുന്നുമുണ്ട്. അതിനു പുറമെയാണ് ഈ വിഹിതം 50:50 നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കത് പരിശോധിക്കണം. അവിടെ ഒരു വളരെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഇടപെടാം. ഈ സംഘടനകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് തന്നെ അതിന് കടിഞ്ഞാണിടാം. പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു വേദി സൃഷ്ടിക്കപ്പെടണ്ടേ? അങ്ങനെ മൾട്ടിപ്ലക്സുകളുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ചെന്നെത്തുന്ന തിയേറ്ററുകൾ അടച്ചിടാൻ വേണ്ടുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത്? റൈറ്റ്. വളരെ നന്ദി ശ്രീ ലെനിൻ രാജേന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഡോക്ടർ ഫസൽ ഗഫൂർ ഇതിനോട് കൂട്ടിച്ചേർക്കാം. അതെ, ശ്രീ രാജേന്ദ്രൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പോയി ഞാൻ പറയാം, ഈ മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, അവർ റെൻറ്റിനെടുക്കുകയാണ്. സ്ഥലം ഏതെങ്കിലും മാളിൻ്റെ മുകളിൽ അവർ റെൻറ്റിനെടുക്കുകയാണ്. ഉദാഹരണമായിട്ട് യൂസഫ് അലിയുടെ അല്ല ലുലു മാളിലുള്ള തിയേറ്ററുകൾ, വഹാബിൻ്റെ അല്ല സെൻട്രൽ കോംപ്ലക്സിലുള്ള തിയേറ്ററുകൾ, അവർ റെൻറ്റിനെടുത്തിട്ട് അവരവിടെ കുറേ ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് ഇതേ പടമാണ് കളിക്കുന്നത്. സീറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എ സി സെയിം അല്ലേ? എ സി ഇവിടുത്തെ ഈ റൂമിലെ എ സിയും ആ തിയേറ്ററിലെ എ സിയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഫോയറുകളെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. സൗണ്ട് സിസ്റ്റം രണ്ടുപേർക്കും ഒരേ മാതിരിയാണല്ലോ. നമുക്കൊരു ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ സൗണ്ട് സിസ്റ്റം ശരി ഒരേ മാതിരിയാണല്ലോ. ഇതൊരു മിഥ്യയാണ് ഈ മൾട്ടിപ്ലക്സുകൾ സാധാരണക്കാരന് പോകാൻ പറ്റുമോ? ഒരു ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യമുണ്ട്. സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു മൾട്ടിപ്ലക്സിൽ പോകാൻ പറ്റുമോ? ഇപ്പോൾ ഞങ്ങളെല്ലാം തിയേറ്ററുകളിൽ 80-90 രൂപയാണ്. എല്ലാ ഫെസിലിറ്റീസും മൾട്ടിപ്ലക്സിന് തന്നെ ഫെസിലിറ്റീസ് ഉണ്ട്. എന്നുവെച്ചാൽ എ ഗ്രേഡ് തിയേറ്ററുകളാണ് ഞങ്ങളുടെയൊക്കെ. അപ്പോൾ അത് പെരുമ്പാവൂർ ഷാജുവിൻ്റെ മറ്റേ അവിടെ സ്റ്റുഡിയോ തിയേറ്ററുകളിൽ ഒരുപാട് തിയേറ്ററുകളുണ്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി അതേ ഫെസിലിറ്റീസുള്ള. പക്ഷേ ഒരു മിഥ്യ മൾട്ടിപ്ലക്സിൽ എന്തോ മൾട്ടിപ്ലക്സിലെ ബുദ്ധിമുട്ടെന്താണ്? പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടെന്താണ്? കാർ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും ഇല്ലാതെ വെറുതെ ഇപ്പോൾ ഇവർക്ക് അപ്പം എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരേ പടം തന്നെ എടുക്കുക. അതായത് 250 രൂപ മൾട്ടിപ്ലക്സിൽ, അതിൽ 125 രൂപ ഇവർക്ക് ടാക്സിൻ്റെ വിട്ടേക്ക് 125 രൂപ കിട്ടുന്നു മൾട്ടിപ്ലക്സിന് ആൾക്ക്. അതേസമയം അതേ ഫെസിലിറ്റി ഉള്ള നമ്മുടെ ഒരു തിയേറ്ററിൽ കിട്ടുന്നത് 40 രൂപ അല്ലെങ്കിൽ 50 രൂപയാണ്. അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒരേ പടം അവരുടെ കളിക്കും. സജി നന്ദ്യാട്ട്, ഇത്തരം സാങ്കേതികമായ തർക്കങ്ങൾക്കപ്പുറത്ത്, അല്ലെങ്കിൽ അറിയിച്ചില്ല, പറഞ്ഞില്ല, ചർച്ചയ്ക്ക് വിളിച്ചില്ല, ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അംഗീകരിച്ചില്ല, ഇതൊക്കെ പറയുമ്പോഴും ഈ മേഖല നേരിടുന്ന പ്രതിസന്ധി അത് കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് പോകുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ചേംബറിനില്ലേ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനില്ലേ, വിതരണക്കാരുടെ സംഘടനയ്ക്കില്ലേ? അതിന് മുൻകൈ എടുത്ത് ഈ പ്രശ്നം പരിഹരിക്കുക എന്നതല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? തീർച്ചയായും മലയാള സിനിമയിലെ ആദ്യ സംഘടന ചേംബറാണ്. 1956 സ്ഥാപിതമായതാണ്. സംഘടന നമുക്ക് ഈ അടുത്ത നാളിലാണ് അതിപ്രസരം ഉണ്ടായത്. ചേംബർ പറയുന്നത് എല്ലാ മെമ്പർമാരും കേട്ടിരുന്നു. തറവാട്ടിലെ കാരണവർ പറയുന്നത് മക്കൾ കേൾക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, സ്ഥിതി നേരെ തിരിഞ്ഞു. പിന്നെ എനിക്കിവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം ഒരു അക്കാഡമിക്കാണ്, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം ഇതിന്റെ ചേംബർ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹത്തോട് ഒരൊറ്റ ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ തിയേറ്ററുകാർക്ക് വേണ്ടി നിൽക്കുമ്പോൾ പൊതുജനം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. അദ്ദേഹം തിയേറ്റർ മുതലാളിയായതുകൊണ്ട് അദ്ദേഹം അന്ന് പറയുന്നില്ല, ഞാൻ തെറ്റ് പറയുന്നില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ. ഞാനിവിടെ രഞ്ജാനന്ദ സാറ് പറഞ്ഞില്ലേ, അദ്ദേഹം അന്ന് ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ചേംബർ അവിടെ ചർച്ചയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ശരിക്കും പറഞ്ഞത്, ഞങ്ങൾ മന്ത്രി 5 കൂട്ടരുടെ അഭിപ്രായം ചോദിച്ചു. അവസാനം മന്ത്രി കൺക്ലൂഡ് ചെയ്തു. ഞാനിവിടെ പറയുന്നു, കമ്മീഷൻ വെക്കുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ എഴുന്നേറ്റ് പറയുന്നു ഞങ്ങൾക്ക് വിരോധമുള്ള, ഞങ്ങൾ ഗവൺമെന്റ് പറഞ്ഞ് കേൾക്കാൻ തയ്യാറാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ എഴുന്നേറ്റ് പറയുന്നു ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ചേംബർ തയ്യാറാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ തന്നെ എക്സിബിറ്റേഴ്സിന്റെ ഒരു വിഭാഗമായ എക്സിബിറ്റ് അസോസിയേഷൻ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഗവൺമെന്റ് പറഞ്ഞ് വിളിച്ച് അവിടെ ചെന്നിട്ട് ഇനി എന്ത് ചർച്ച? ഇനി ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ ആരംഭിക്കുന്നത് ചേംബർ ഒരു ചർച്ചയ്ക്കും പോകത്തില്ല. പിന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു ചേംബറിന് ഇടപെടാൻ പറ്റും, ചേംബറിന് ഇടപെടാം. ചേംബറിന് ഇടപെടുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും സംഘടന ചേംബറിലേക്ക് പരാതി തന്നാൽ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. പക്ഷേ കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലും ചേംബർ ഇടപെട്ടു. കാരണം എന്തുകൊണ്ട്? ഇങ്ങനൊരു സമരം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇത് നഷ്ടം. ചേംബർ എന്തിനു വേണ്ടിയിട്ടുള്ള? വെൽഫെയർ ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ, വെൽഫെയർ ഓഫ് ദി പ്രൊഡ്യൂസർ അസോസിയേഷൻ, വെൽഫെയർ ഓഫ് ദി ഫെഡറേഷൻ. അതല്ലാതെ ഒരു സംഘടനയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല ചേംബർ. പക്ഷെ ചേംബർ പറഞ്ഞത് കേട്ടില്ല, വൈകാരികമായി ഇതിനെ പ്രതികരിച്ചു. അതിന്റെ അനുഭവിച്ചില്ലേ? ഈ സീസൺ പോയി കിട്ടി. ഇനി ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്താ പറഞ്ഞത്? ഞാനിന്ന് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചു. അവർ പറഞ്ഞെന്നാ അറിയാം, ഞങ്ങൾ പടം ചെയ്യുന്നില്ല, ഇത് അവിടെ കിടക്കട്ടെ. ഗവൺമെന്റിന് 1 കോടി രൂപ ദിവസം നഷ്ടം അറിയാമോ? ഇവിടെ ഇപ്പോൾ നെല്ലിരാജൻ സാറിന്റെ വർത്തമാനത്തിൽ ഒരു ധ്വനി ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിലെ ജനങ്ങൾ 2012 നവംബർ 1 മുതൽ മലയാള സിനിമ കളിക്കില്ല എന്ന് ഇതേ ഫെഡറേഷൻ പ്രഖ്യാപിച്ചു. ഇവിടുത്തെ യുവജനങ്ങൾ ഇറങ്ങി തെരുവില്. അതുപോലെ തന്നെ അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ കളിക്കാൻ പാടില്ല, മലയാള ചിത്രം കളിക്കണ്ട എന്ന് നാളത്തെ ഇവിടുത്തെ യുവജന സംഘടനകൾ തീരുമാനമെടുത്താൽ ഇത് എവിടെ പോകും? ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും കേട്ടോ. അതുകൊണ്ട് ചേംബർ അത് ഭയപ്പെടുന്നു. ചേംബർ ചർച്ചയ്ക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, ചേംബർ ചർച്ചയ്ക്കില്ല, പ്രൊഡ്യൂസേഴ്സും ചർച്ചയ്ക്കില്ല. ബുധനാഴ്ച ചേംബർ യോഗമുണ്ട്. ഇന്ന് ഞാൻ പറയാം, ബുധനാഴ്ച ചേംബർ യോഗമുണ്ട്. ചേംബർ യോഗം വെച്ചിരിക്കുന്നത് ഞാറക്കൽ തിയേറ്ററിന്റെ ഉദ്ഘാടനം അവിടെ വെച്ചാണ് വെച്ചിരിക്കുന്നത്. അത് രാവിലെ, ബുധനാഴ്ച രാവിലെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ചേംബർ ഹാളിൽ കൂടുന്നുണ്ട്. അതിനുശേഷം 3 മണിക്ക് ഞാറക്കൽ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് ചേംബർ അവിടെ പ്രത്യേക എക്സിക്യൂട്ടീവ് വിളിച്ചിരിക്കുകയാണ്. പക്ഷെ ചേംബർ ഇക്കാര്യത്തിൽ ഇനി അങ്ങോട്ട് കയറി ഒരു കാര്യത്തിൽ ഇടപെടില്ല. ചേംബറിന് ചർച്ചയ്ക്കില്ല എന്നത് താങ്കൾ വ്യക്തമാക്കി. ഇനിയാണെങ്കിൽ തിയേറ്റർ ഉടമകൾ ഒരുപക്ഷെ അവരുടെ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. ഞങ്ങൾ
മറ്റ് മൾട്ടിപ്ലക്സുകളുണ്ട്, നിങ്ങളോട് സഹകരിക്കുന്ന തിയേറ്ററുകളുണ്ട്. അവിടങ്ങളിലൊക്കെ സിനിമ റിലീസ് ചെയ്തുകൊണ്ട് ഒരു തിയേറ്റർ ഉടമകളെ ദുർബലപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അവരുടെ സമരത്തെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഞങ്ങൾ 10, 12, 9 കോടി രൂപ മുടക്കിയ പടങ്ങളൊക്കെ 2 വർഷം പ്ലാൻ ചെയ്യുന്ന ക്രിസ്മസിലേക്ക് അറിയാവും. അത് പെട്ടെന്ന് 5 കുറച്ച് തിയേറ്ററിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. അവിടെ കിടക്കട്ടെ, ഇത് പച്ചക്കറി ഒന്നുമല്ല, ചീഞ്ഞൊന്നും പോകത്തല്ലോ, അവിടെ കിടക്കട്ടെ. ഒരു തിയേറ്ററിന് എത്രയാ ചെലവെന്ന് പറഞ്ഞ ഒരു മാസം ഒരു തിയേറ്റർ വരുന്നത് കറണ്ട് ചാർജ് ഞാൻ പറയാം 1.25, 1.5 അടുത്ത്. പിന്നെ വെറുതെ ഉദ്യോഗസ്ഥ അവിടുത്തെ ജോലിക്കാരെ ചെയ്തു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാത്ത കേരളത്തെ പൊതുസമൂഹത്തിന് അറിയാത്ത വേറൊരു കാര്യമുണ്ട്, അറിയാവോ? തിയേറ്ററിനകത്ത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിന്റെ ഫ്ലെക്സ് കെട്ടണമെങ്കിൽ ഞങ്ങൾ ഇവർക്ക് റെന്റ് കൊടുക്കണം. കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നിർത്തണമെന്ന് ചേംബർ പറഞ്ഞു, ഇവർ കേട്ടില്ല. ഈ തിയേറ്ററിനകത്ത് പ്രദർശിപ്പിക്കുന്ന പരസ്യം ഏത് വകയാ? പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും പടം കൊണ്ട് കൊടുത്തിട്ടല്ലേ ഈ പരസ്യം അവിടെ പ്രദർശിപ്പിക്കുന്ന പരസ്യത്തിൽ 1% ഈ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും കൊടുക്കുന്നുണ്ടോ? ഈ സിനിമ ആ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ ആരും അവിടെ വന്ന് സിനിമ കാണുമോ? ശൂന്യമായ ഇതിൽ വെച്ചുകൊണ്ട് പരസ്യം കാണിക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ കാന്റീൻ എത്ര വരുമാനങ്ങൾ വേറെ അവർക്ക് കിട്ടിക്കോട്ടെ, അതിനൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഷാജു, ഈ പറയുന്ന വിധത്തിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തു, അവിടെ ചില നിർദ്ദേശങ്ങൾ വന്നു, ഒരു കമ്മീഷൻ വെക്കാം, അതെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ തിയേറ്റർ ഉടമകൾ മാത്രം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ശ്രീ ലെനിൻ രാജേന്ദ്രനും ഇപ്പോൾ സജി നന്ദ്യാട്ടും പറയുന്നത്. ബേബി സാർ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു ബാലകൃഷ്ണൻ റിപ്പോർട്ട് കൊണ്ടുവന്നു. അതിനുശേഷം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് കൊണ്ടുവന്നു. ഇതിലൊക്കെ ഒരുപാട് തിയേറ്ററുകൾക്ക് ഗുണകരമായത്, പ്രൊഡ്യൂസർക്ക് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 5 രൂപ ഒരു ടിക്കറ്റിൽ മേൽ അധികമായി ചുമത്തി അതിൽ 2 രൂപ പ്രൊഡ്യൂസർക്കും 1.5 രൂപ തിയേറ്റർ വീതവും 1.5 രൂപ ഗവൺമെന്റിലേക്കും എന്നുള്ളൊരു ഫോർമുല കൊണ്ടുവന്നു. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുലയായിരുന്നു. പക്ഷെ ഇതൊന്നും നടപ്പിലായില്ല. എന്നും കമ്മിറ്റികളും റിപ്പോർട്ടുകളും മാത്രം ബാക്കി നിൽക്കുക, വർഷങ്ങളായി തിയേറ്ററുകാരൻ ഇതിനുവേണ്ടി കാത്തു നിൽക്കുക, ഇതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. ഞങ്ങൾക്ക് കമ്മിറ്റി അതാണ്, ഇതിനൊരു ടൈം ലിമിറ്റ് ഇല്ലായിരുന്നു. ഒരു ജുഡീഷ്യൽ കമ്മിറ്റി വരുന്നു, അത് അന്വേഷിക്കുന്നു, അതിന് എത്ര കൊല്ലം നീണ്ടുപോകും, അതിൽ അങ്ങനെ വരുമ്പോൾ ഈ 550 തിയേറ്ററിൽ നിന്ന് ഇനി എത്ര ആൾ ഇല്ലാതെയാവും, അതിന്റെയൊക്കെ ഒരു ഭയം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജുഡീഷ്യൽ കമ്മിറ്റി വേണ്ട, ഞങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം മതി. അന്ന് മിനിസ്റ്റർ മറ്റൊരു കാര്യം പറഞ്ഞു, ഈ ക്രിസ്മസ് റിലീസിന് നിലവിൽ വന്ന 4 ചിത്രങ്ങൾ പഴയ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പ്രദർശിപ്പിക്കട്ടെ. ഞങ്ങൾ അതിനും തയ്യാറായി. പക്ഷെ ഞങ്ങൾക്ക് എന്താണ് തരാനുള്ളതിന് അതിനൊരു ടൈം ലിമിറ്റ് വെക്കാൻ പറഞ്ഞു. അതിന് മാത്രം തീരുമാനമായില്ല. ഇതെങ്ങും തീരുന്നില്ല, ഇതിങ്ങനെ നീണ്ടുപോകുന്നു. ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരിക്കലും തീരുന്നില്ല, അത് നീണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ വൈഡ് റിലീസ് എന്ന് പറഞ്ഞത് എല്ലാവിടെയും വൈഡ് റിലീസാണ്. ഞങ്ങൾ അതിനൊന്നും എതിരല്ല. നല്ല തിയേറ്ററുകൾ വരുന്നു, അവിടെ വൈഡ് റിലീസ് വരുന്നു, അതിനൊന്നും ഞങ്ങൾ എതിർക്കാനും ആളല്ല. പക്ഷെ ഒരു സെന്ററിൽ തന്നെ ഇപ്പോ ഈ 60% എന്ന് പറയുന്നത്, ഇപ്പൊ എറണാകുളം സരിത തിയേറ്ററിൽ അല്ലെങ്കിൽ കവിത തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന അതേ ചിത്രം എറണാകുളത്ത് 5ഉം 6ഉം തിയേറ്ററുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. ഇതിന്റെ അതേപോലെ തന്നെ എറണാകുളം സാധാ സ്ഥലങ്ങളിൽ പോലും ഇത് 3ഉം 4ഉം തിയേറ്ററുകളിൽ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം 60% ഡിസ്ട്രിബ്യൂട്ടറാണ് എടുക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. ഇതിന് പബ്ലിസിറ്റി, ഫ്ലെക്സ് കെട്ടുന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഇനി ഫ്ലെക്സും വേണ്ട, പോസ്റ്ററും വേണ്ട, ആ കാലഘട്ടം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി പോസ്റ്ററും ആവശ്യമില്ല. ഇപ്പൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് ആളുകൾ നോക്കി വരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ആ പബ്ലിസിറ്റി ടൈംസ് ഒഴിവാക്കി തരട്ടെ. ഞങ്ങൾക്ക് പോസ്റ്റർ വേണ്ട, ഫ്ലെക്സ് വേണ്ട. ഞങ്ങളിത് അവരോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിനൊന്നും അവർ കേൾക്കുന്നില്ല. ഞങ്ങളുടെ തിയേറ്ററിലെ പരസ്യം ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്ററുകൾ ഞങ്ങൾ പ്രിന്റിംഗ് കോസ്റ്റ് കൊടുത്ത് അടിച്ചോളാം. പക്ഷെ ഇതൊന്നും പറ്റില്ല. അവർക്ക് 4% പബ്ലിസിറ്റി പെർസെന്റേജ് വേണം. ഇങ്ങനെയുള്ള പിടിവാശികളാണ്. ഞാൻ അവസാനമായി ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ 4 സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്യാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അടുത്ത ആഴ്ചയുമുണ്ട് റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ചിത്രങ്ങളുണ്ടാകാം. അതും ഇതേപോലെ പ്രതിസന്ധിയിൽ നിൽക്കും. ചർച്ചയ്ക്ക് പോലും സന്നദ്ധമാകാത്തൊരു അന്തരീക്ഷം. സിനിമാ മേഖലയിലെ ഈ പ്രതിസന്ധി നീളും എന്നാണോ താങ്കളുടെ ഒരു അനുഭവ പരിചയം കൊണ്ട് പറയാനാവും? ഒരു കാര്യത്തിൽ ഞാൻ ഇത്രയേറെ തിയേറ്റർ ഓണേഴ്സിനെ ഞാൻ അനുകൂലിച്ച് പറഞ്ഞെങ്കിൽ ഒരു കാര്യത്തിൽ ഞാൻ അവരോട് കടുത്ത എതിർപ്പുള്ള ആളാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിയേറ്റർ ഉടമകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പടം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്നു. നമുക്കിതിന് മുമ്പറിയാം, മായാബസാർ ബ്ലോക്ക് ചെയ്തു,
കുരുക്ഷേത്ര ബ്ലോക്ക് ചെയ്യാൻ നോക്കി. അതേമാതിരി തന്നെ തമിഴ് പടങ്ങൾ കുറേ എണ്ണം തമിഴിനെതിരായിട്ട് ഉപരോധം കൊണ്ടുവന്നപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക ബ്ലോക്കേഡ് പൊളിറ്റിക്സ് സിനിമയിൽ അത് നിർത്തണം. അവർ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് ഉണ്ടാകും. പക്ഷേ അതിൽ ഗവൺമെൻറ് കൂടെ കുറച്ച് പ്രോ ആക്റ്റീവായിട്ട് ഈ കാര്യത്തിൽ നിർത്തേണ്ട. കാരണം ബ്ലോക്കേഡ് പൊളിറ്റിക്സിൻ്റെ ട്രബിൾ എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ്. എന്താ വെച്ചാൽ ഏതോ പാവപ്പെട്ട ഇപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ രണ്ടാമത്തെ തവണയെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ സത്യൻ അന്തിക്കാട് കുടുങ്ങി. ശശിക്കറിയാം അത് ഏതാ പടം എന്നുള്ളത് എന്തല്ലേ ജയറാമിൻ്റെ ഒരു പടയിട്ട് ഇപ്പോൾ വീണ്ടും സത്യൻ അന്തിക്കാട് കുടുങ്ങി. അപ്പോൾ ഏതോ ഒരു നിരപരാധി ആയിട്ടുള്ള പ്രൊഡ്യൂസർ അയാളുടെ മുകളിലാണ് ഇത് വന്ന് വീഴാൻ പോണത്. പക്ഷേ നേരത്തെ ശശി പറഞ്ഞ മാതിരി അതിനൊന്നും സംഭവിക്കാൻ പോലുള്ള ചീഞ്ഞൊന്നും പോകാൻ പാടില്ല, മത്തിയൊന്നുമല്ല ചീഞ്ഞുവാനായിട്ട് സിനിമ. പക്ഷേ ബേസിക്കലി ആ കൺസെപ്റ്റിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ചർച്ചയിലോട്ട് ഇവർ വന്നേ പറ്റും. പക്ഷേ സജിയും കൂട്ടരും കൂടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ ആയിട്ട് തന്നെ നമ്മൾ നോക്കിയാൽ സിനിമയുടെ ഷെൽഫ് ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് നമുക്കറിയാം, നമ്മൾ മറാഠ മണ്ഡലമായത്തൊരു തിയേറ്ററിൽ ബോംബെയിൽ ഒരു പടം 500 ദിൽവാലെ ദുൽഹനിയ 500 ആഴ്ച കളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു സിനിമ ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ കഥ കഴിഞ്ഞു. സെക്കൻഡ് വീക്ക് ജസ്റ്റ് റെമനൻസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ മാതിരിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് വീക്കിലെ കളക്ഷനെ പറ്റിയിട്ടാണ് ഇവരെല്ലാവരും വ്യാകുലരായി. കാരണം ഞാൻ ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ 100 സിനിമ റിലീസാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 20 സിനിമ വിജയിക്കും, മാക്സിമം 80 സിനിമ പരാജയപ്പെടണം. അപ്പോൾ ഈ 80 സിനിമയും ഈ തിയേറ്റർ ഓണർ തലയുടെ മുകളിൽ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ 60% അതിന് 65% നോൺ എ സിയിലും അതിൻ്റെ കൂടെ 4% പബ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ 10-65-നും 70-നും ഇടയിലാണ് വരുന്നത്. ആ ശതമാനത്തിൽ 30% തിയേറ്റർ ഓണർക്ക് കിട്ടുന്നത്. അവിടെയാണ് ഇവരുടെ പ്രശ്നം കിടക്കുന്നത്. അത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഗ്രേഡ് തിയേറ്ററാണെന്ന് ചോദിച്ചാൽ സ്ഥലത്ത് ഫസ്റ്റ് ഗ്രേഡ് തിയേറ്ററിന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്കൊന്നും വലിയ പ്രശ്നമില്ല, ഞങ്ങളുടെ തിയേറ്ററുകളൊക്കെ ഫസ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള മനസ്സിലായി, അല്ലെങ്കിൽ കോഴിക്കോട് അപ്സരക്ക് പ്രശ്നമില്ല. കാരണം പക്ഷേ ഒരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് കിടക്കുന്ന തിയേറ്ററുകൾ അവർ ഭയങ്കരമായ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകുന്നതാണ്. ശ്രീ സജി നന്ദിയാട്ട്, ചർച്ചയ്ക്കില്ല എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. പക്ഷേ പുതിയൊരു സാഹചര്യത്തിൽ സർക്കാർ കൂടി മുൻകൈ എടുക്കുകയാണെങ്കിൽ ചേംബർ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാകില്ലേ? സർക്കാർ മുൻകൈ എടുത്ത ചർച്ചയ്ക്ക് ഞങ്ങൾ പോയത്. സർക്കാർ വെച്ച നിർദ്ദേശം ആർക്കാ സ്വീകാര്യമല്ലാത്തത്? ഫെഡറേഷന്. ആ ഫെഡറേഷൻ അത് പഴയ കാര്യം ശ്രീ സജി നന്ദിയാട്ട്, അത് കഴിഞ്ഞ കാര്യം. പുതിയൊരു സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഏകാധിപത്യമായി പറയുമല്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് പോകും. ഞങ്ങൾ ജനാധിപത്യ സ്വഭാവമുള്ള സംഘടനയാണ്. പക്ഷേ സർക്കാർ വെച്ച നിർദ്ദേശം ഞങ്ങൾ സ്വീകരിച്ച സാഹചര്യത്തിൽ ഫെഡറേഷൻ അത് സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾ ചർച്ചയ്ക്ക് പോകും. പിന്നെ പ്രശ്നം തീരും, മിനിറ്റിനകം പ്രശ്നം തീരും. ഇവര് ഡിസ്ട്രിബ്യൂട്ട് അസോസിയേഷൻ കൊടുത്ത കത്ത് ഫെഡറേഷൻ പിൻവലിച്ചാൽ മതി, പ്രശ്നം തീരും. ഈ കോടതി പിരിഞ്ഞു കഴിഞ്ഞ വക്കീലിന് സജി, ഞാൻ ഷാജുവിന്റെ പ്രതികരണത്തിലേക്ക്. അഡ്വക്കേറ്റ് ഷാജു. ഹലോ ഷാജു, ഇതിന്റെ ഈ പറഞ്ഞ കാര്യത്തിൽ താങ്കളുടെ സംഘടനയുടെ പ്രതികരണം? ഫെഡറേഷൻ ഏത് ചർച്ചയ്ക്കും ഗവൺമെന്റ് തലത്തിലായാലും ചേംബർ തലത്തിലായാലും പ്രൊഡ്യൂസർ തലത്തിലായാലും ഡിസ്ട്രിബ്യൂട്ടർ തലത്തിലായാലും എല്ലാ ചർച്ചകൾക്കും ഫെഡറേഷൻ ഒരുക്കമാണ്. ഇത് സിനിമാ വ്യവസായത്തിന്റെ സ്തംഭനം ഒഴിവാക്കാൻ ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ്. ഈ സ്തംഭനവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ യാതൊരുവിധ ആഗ്രഹങ്ങളുമില്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് ഷാജു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം സജി നന്ദിയാട്ട്, ഡോക്ടർ ഫസൽ ഗഫൂർ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ലെനിൻ രാജേന്ദ്രനെയും നന്ദി അറിയിക്കുന്നു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി MAT മൂസ കാണാം.